ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മുടെ പോർച്ചുഗീസുകാരൻ വാസ്കോഡഗാമയിലെ മൂപ്പര് കുളച്ചി എന്ന് വിളിച്ച ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വരുന്ന ഒരു പ്രദേശമാണ്. ഒരു എന്താ പറയുക, പഴയ ഒരു പോർട്ട് സിറ്റി, തുറമുഖ നഗരം കൂടിയാണ് കുളച്ചൽ എന്ന് പറയുന്നത്. ഈ കുളച്ചൽ ആക്ച്വലി നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിരുന്നേ. 1956 ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സായില്ല, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം. അതിന് കീഴിലാണ് ഈ കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശം പിന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാവുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്കിനി ഒരു 100-400 വർഷം പുറകോട്ട് പോവാം. വർഷം 1602. യൂറോപ്പില് ഒരു പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു. അതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് 1605 ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ മസൂളിപട്ടണം അല്ലെങ്കിൽ മച്ചിലിപട്ടണത്താണ് സ്ഥാപിക്കുന്നത്. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെ ആ മച്ചിലിപട്ടണത്തിൽ നിന്ന് അല്ലെങ്കിൽ മസൂലി പട്ടണത്തിൽ നിന്ന് അവർ ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അവർ നമ്മുടെ മലബാർ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ മലബാർ ഭാഗം നമുക്കറിയാം, അന്നത്തെ കാലഘട്ടം സ്പൈസ് ട്രേഡിന് ഭയങ്കര ഫേമസ് ആണ്. കുരുമുളക് ഉൾപ്പെടുന്ന സ്പൈസിന്റെ കച്ചവടം പൊടി പൊടിക്കുന്ന ഒരു കാലഘട്ടമാണ് മലബാർ ഭാഗം. ഈ സമയത്തെ തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഈ സമയത്തെ തിരുവിതാംകൂറിന്റെ മഹാരാജാവ്, അതായത് 1729 മുതൽ 1758 വരെ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന വ്യക്തി. PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ അദ്ദേഹവും, അതായത് തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ സ്പൈസ് കച്ചവടത്തിനെ ചൊല്ലി ചെറിയ കച്ചറ കൂടുന്നുണ്ട്. തങ്ങളുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്, കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കൊച്ചിയിലെ രാജാവ്, കൊല്ലത്തെ രാജാവ് ഇവരൊക്കെ ആയിട്ട് കമ്പനിയാകുന്നു. അവർ ഒരുമിച്ച് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ തിരിയുന്നു. അങ്ങനെ 1730കളുടെ അവസാനം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. 1741 ഇത് പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക്, നമ്മുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിലേക്ക് എത്തിക്കുകയാണ്. 1741 ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കുളച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇവർ ഏറ്റുമുട്ടുന്നു. അതാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ. ബാറ്റിൽ ഓഫ് കുളച്ചലില് പലരെയും ഞെട്ടിച്ചുകൊണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുന്നു. അതായത് മാർത്താണ്ഡവർമ്മ ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ റൂളർ ടു ഡിഫീറ്റ് എ മേജർ യൂറോപ്യൻ പവർ. അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഡച്ച് കേരളത്തിൽ നിന്ന് തോറ്റല്ലോ. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 1759 ബംഗാളിലെ ചിൻസൂരയിൽ വെച്ച് അവർ വീണ്ടും തോൽക്കുന്നു. ബാറ്റിൽ ഓഫ് ചിൻസൂര, ബാറ്റിൽ ഓഫ് ബേഡാര നമ്മുടെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ബാറ്റിൽ ഓഫ് ചിൻസൂര തോറ്റതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതെയാകുന്നുണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് ഇല്ലാതെയാകുന്നുണ്ട്. ഈ ബാറ്റിൽ ഓഫ് ചിൻസൂരയെ പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് എന്ന് കമന്റ് ആയിട്ട് പറയുക. അപ്പൊ ഞാൻ ഇപ്പൊ പോവാണ്. മറ്റൊരു ട്രിപ്പിന് വീണ്ടും കാണാം. ബൈ.